ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിലും കാണാൻ സാധിക്കും, കാരണം തമിഴിൽ തന്നെയാണ് മലയാളത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗോമതി ഒരു മോതിരം വാങ്ങിച്ച് തൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അനുവിന് കൊടുക്കാനായിട്ടാണ്. അനു കൂടുതൽ നല്ല മാർക്കോടുകൂടിയല്ലേ അനു ജയിച്ചേക്കണേ. അത് കാരണം അനു എത്ര വലിയൊരു ശതമാനത്തോടു കൂടിയാണ് പരീക്ഷയ്ക്ക് ജയിച്ചേക്കണേ. സമ്മാനമായിട്ടാണ് ഗോമതി അത് കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ആ ഒരു സമ്മാനം അനുവിന് കൊടുക്കുന്നുണ്ട്. അനുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഗോമതിക്കും ബാലനും അനുവിനോടുള്ള സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ മുത്തശ്ശി അനുവിനോട് പറയുന്നുണ്ട്. അനു വല്ലാത്ത വിഷമവും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയം തൻ്റെ കൂടെ ആഘോഷിക്കാൻ വേണ്ടി തൻ്റെ ദേവമംഗലത്ത് ആരും തന്നെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമത്തിൽ ആണ് അനു അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചേക്കണേ. നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അനു ആണെങ്കിൽ ഓരോരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ദേവമംഗലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അനുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് ദേവമംഗലത്ത് ഒന്ന് പോകാനും എല്ലാവരുടെ കൂടെ ഒന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനും വർത്താനമൊക്കെ പറയാനും ഒക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ, തൻ്റെ അമ്മ ഇടയ്ക്ക് തലയൊക്കെ ജനലിൽ കൂടെ നോക്കും, മതിലിൻ്റെ സൈഡിൽ കൂടി ഒക്കെ പോകും, തന്നെ ഇടം കണ്ടിട്ട് നോക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ അറിയാം. പക്ഷേ എന്നാലും അമ്മ തന്നോട് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. എന്നാൽ ഇപ്പോൾ ഇവരോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ കുറച്ചുകൂടി താമസമുണ്ട്. കുറച്ച് നാൾ എങ്കിലും ഇനി അങ്ങ് പോകട്ടെ. അതുവരെ അച്യുതനെയും അതുപോലെ തന്നെ അലോകിനെയും പഠിച്ച പണി 18 കൊടുത്തേ പറ്റും. പിന്നീട് നമ്മുടെ അനന്തനാണെങ്കിൽ ഒരു പാവാണ് കേട്ടോ. മിത്രയുടെ അച്ഛനും അമ്മയും ഭയങ്കര പാവമാണ്. അവരോടാണെങ്കിൽ അനുവിന് അവരാണ് സപ്പോർട്ട്. അനുവിനോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാണ് അനുവിന് സപ്പോർട്ടായി നിൽക്കുന്നത്. അലോകാണെങ്കിൽ അനുവിനെ ഉപദ്രവിക്കുന്ന സമയത്തെല്ലാം തന്നെ അനന്തൻ വന്ന അലോകിനോട് പറയുന്നുണ്ട്, അനുവിനെ ഒന്നും ചെയ്യരുത്, അനു ഈ വീട്ടിലെ മരുമകളല്ല, സ്വന്തം മകളെപ്പോലെ കാണാൻ അച്യുതൻ എന്നോട് ഞാൻ പറഞ്ഞത്. അനുവിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ദേവമംഗലത്ത് അവൾ എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടും അവൾ ഇവിടെ നിൽക്കണം. പിന്നെ അലോകെ അവളെ പഠിപ്പിക്കണം, നന്നായിട്ട് പഠിക്കാനൊക്കെ വിടണം എന്ന് പറയുമ്പോഴേക്കും അലോക് പറയുക, അവൾ എന്തിനാ ഇനി പഠിക്കുന്നത്, അവൾ വിവാഹം കഴിഞ്ഞ് ഇവിടെ നിൽക്കട്ടെ, ഇനി എന്തിനാ പഠിക്കുന്നത്, കൊള്ളാം, വിവാഹം കഴിച്ചിട്ട് അവൾക്ക് പഠിക്കണ്ടേ, അവൾക്ക് 95% മാർക്ക് മേടിച്ച പെൺകുട്ടിയാണ് അവൾ, പഠിക്കണം. അവളുടെ അച്ഛൻ്റെ ആഗ്രഹം അവളെ ഒരു IAS കാരിയാക്കാനാണ് താല്പര്യം, അത് നിനക്കറിയാലോ. ഞാൻ അവളെ എന്തായാലും അതൊന്നും ആക്കാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നു അവളെ ഞാൻ അതാക്കുമെന്ന്. അവൾക്ക് IAS കാരിയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ അവളെ പഠിപ്പിച്ച് മുന്നോട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്ത് പറ്റുമെന്ന് പറയാണ്. ഇത് ഞാൻ പറയുന്ന വാക്കാ, എന്താ അലോകെ, നീ അത് അനുസരിക്കില്ലേ? ശരിയല്ലേ വലിയച്ഛൻ പറഞ്ഞാൽ ഞാൻ പിന്നെ അനുസരിക്കുമല്ലോ എന്ന് അലോക് പറയുക. അനന്തനും അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അച്യുതനും അലോകും പറയുക, അച്ഛാ ഈ വലിയച്ഛൻ്റെ മനസ്സാകെ മാറിയിട്ടോ, ഇപ്പോൾ അനുവിനെ സപ്പോർട്ടിങ് അയാൾ ഏത് നേരവും എനിക്ക് മനസ്സിലായിടാ, എല്ലാത്തിനും കാരണം അവളാ, ആ മിത്ര. അവൾ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ വല്യച്ഛനോട്, ഇവിടെ അനുവിനെ ആരെങ്കിലും എന്തെങ്കിലും തട്ടി ബുദ്ധിമുട്ടിപ്പിച്ചാൽ അവൾ അവിടെ ബുദ്ധിമുട്ടുന്ന ആര്യൻ അവളെ പിടിച്ച് അടിക്കുമെന്നും, അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് വല്യച്ഛൻ അനുവിനെ ഇത്രമാത്രം ശ്രദ്ധിക്കണേ എന്ന് പറയുക. നീ അതൊന്നും നോക്കണ്ട മോനെ, അവളെ പണിക്ക് എത്രത്തോളം പണി കൊടുക്കാവോ അത്രത്തോളം പണി കൊടുക്കണമെന്ന് പറയുകയാണ് അലോകിനോട്. നീ കൊടുക്കണം, അതിന് ഞാനും നിൻ്റെ കൂടെ ഉണ്ടെന്ന് അച്യുതൻ പറയാം. അങ്ങനെ അനുവിനെ പട്ടിണി കിടത്താനൊക്കെ നമ്മുടെ അലോക് നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും അനു എത്രത്തോളം അലോകിനെ തിരിച്ച് പണി കൊടുത്തിട്ടേ ഉള്ളൂ അനു. പക്ഷെ അതൊക്കെ അങ്ങോട്ട് അങ്ങനെ നിൽക്കും. നമ്മൾ സുകന്യ അനുവിന് അങ്ങനെ പണിയൊന്നും കൊടുക്കില്ല. അനുവിന് കിട്ടാമെന്ന് വെച്ചാൽ കൊടുക്കണ പണിയൊക്കെ തിരിച്ച് അലോകിന് തന്നെ കൊടുക്കണേ.
പിന്നെ നമ്മുടെ സുകന്യ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണമംഗലത്ത് കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അനു അത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നേവമംഗലത്തേക്കാൾ കൂറ് നമ്മുടെ സുകന്യയ്ക്ക് കൃഷ്ണമംഗലക്കാരോടാണ്. അതെന്താണെന്നായിരിക്കണം. കൃഷ്ണമംഗലത്ത് ആരും സുകന്യയ്ക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുമില്ല. അപ്പോൾ സുകന്യ വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ അച്യുതനോടും അനന്തനോടും പിന്നെ അലോകിനോടും എല്ലാവരോടും കാണിക്കുന്നുണ്ട്. സുകന്യ ഏറെക്കുറെ അവിടെ പേടിക്കുന്നുമുണ്ട്. ആ പേടിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് അനു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അനു അലോകിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ സുകന്യ ചേച്ചിയെ നിങ്ങൾ ഇതിനു മുമ്പ് എങ്ങനെയാണ് പരിചയം എന്നൊക്കെ അത് നീ അറിയണ്ട എന്നാണ് അലോക് കൊടുക്കുന്ന മറുപടി കേട്ടോ. സുകന്യ ഇനി വരുമ്പോൾ അതെന്തായാലും കണ്ടുപഠിച്ച് പറ്റുമോ എന്ന് നമ്മുടെ അനു അങ്ങോട്ട് വിചാരിക്കുക. അങ്ങനെ സുകന്യ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ എന്തായാലും അവിടുത്തേക്കാരുടെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുത്തശ്ശി എടുത്ത് അനു ചോദിക്കുക, ഈ സുകന്യ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ വരുന്നത്, ധർമ്മമാമൻ അവിടെ ഒരു സമാധാനം കൊടുക്കുന്നില്ല, പക്ഷേ ഇവിടെ നന്നായിട്ട് കയറി ഇറങ്ങുന്നുണ്ടല്ലോ, ഇവിടെയുള്ളവരൊക്കെ കുറച്ച് ഭയവും ബഹുമാനവും ഉണ്ട്. അതെന്താ മുത്തശ്ശി? സുകന്യച്ചിക്ക് എന്തൊക്കെയോ ഒരു നിഗൂഢത ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. എനിക്ക് മാത്രമല്ല ദേവമംഗലത്തെ എല്ലാവർക്കും അതറിയാം. പക്ഷെ അത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറയാം. മുത്തശ്ശി പറയും, മോളെ ഞാനത് എന്താണെന്ന് നിന്നോട് പറയാം, പക്ഷെ നീ അത് ആരോടും പറയാൻ പാടില്ല. കാരണം നീ ഇപ്പോൾ ഈ വീട്ടിൽ കുട്ടിയാണ്. അതുകൊണ്ട് ഈ വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ തീരുമാനിക്കില്ല, ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ സത്യം പറയുന്നത് എന്ന് മുത്തശ്ശി പറയാം. എന്താ മുത്തശ്ശി, സുകന്യേച്ചി എന്താ പ്രശ്നം? സുകന്യേച്ചിക്ക് ശരിക്കും ആരാ എന്ന കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ആ മുത്തശ്ശി മഹാസത്യാനുവിനോട് പറയൂ കേട്ടോ, നമ്മുടെ സുകന്യനെക്കുറിച്ച് അവളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവൾ വിവാഹം കഴിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മോളെ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എന്താ മുത്തശ്ശി, എന്താ കാര്യം? സുകന്യേച്ചി ഒരു ഫ്രോഡാണെന്ന് സംശയമുണ്ട്. എന്താ ഫ്രോഡാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫ്രോഡാണോന്നോ, മഹാ ഫ്രോഡാണ് അവൾ. മുത്തശ്ശി ഇതെന്തൊക്കെയാണ് പറഞ്ഞത്? ഈശ്വരാ, ധർമ്മമാമൻ. അതെ മോളെ, എൻ്റെ ധർമ്മൻ്റെ പാവം, ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ചിരിക്കുന്നത് പോയതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. അവൾ എപ്പോഴെങ്കിലും ധർമ്മൻ്റെ ഭാര്യയുടെ ജീവിക്കുന്നുള്ള അതില്ലല്ലോ. അതാണ് സുകന്യേച്ചി എന്ത് തെറ്റാണ് ഇതിന് മുമ്പ് ചെയ്തത് മുത്തശ്ശി? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് മോളെ ഞാൻ പറയാം, ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ നോക്കിയിട്ട് ആരും ഇല്ലയെന്ന് ഉറപ്പായതിനു ശേഷം മുത്തശ്ശി ആ സത്യം നമ്മുടെ അനുമോളോട് പറയണം. സുകന്യ ഇതിനു മുമ്പ് ഒരാളെ വിവാഹം കഴിച്ചു എന്നും കോടീശ്വരനായിരുന്നു എന്നും സുകന്യ വിവാഹം കഴിഞ്ഞതാണ്. അത് ഒരു 5 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നും കോളേജിൽ കൂടെ പഠിക്കുന്ന ആരോ ആയിരുന്നു. അവനെക്കുറിച്ച് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ പൈസയും ഊറ്റിയെടുത്ത് അവനെ ഒരു ദരിദ്രവാസിയാക്കി കഴിഞ്ഞപ്പോൾ ഇവൾ അവിടുന്ന് അവൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബ്യൂട്ടി പാർലറിലും പോകണം, ഇടയ്ക്കിടയ്ക്ക് സാരികളും ചുരിദാറുകളും മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പൈസ അവൻ്റെ കയ്യിൽ ഇല്ലാതെ ആയപ്പോൾ അവൻ്റെ ബിസിനസ്സും കുത്തുപാള എടുപ്പിച്ചിട്ട് ഇവളെ അവസാനം അവനെ കള്ളനാക്കി. അങ്ങനെ ഇവൾ എന്താ ചെയ്തതെന്നറിയോ? അവനെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തു. അവൻ്റെ കയ്യിൽ കുറേ കാശുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവൾ ഇവക്കടെ പേരിലേക്കാക്കി. അവനാണെന്നുണ്ടെങ്കിൽ ഇവൾ ഇതുവരെ ചിലവാക്കിയ പൈസ എല്ലാം തനിച്ച് തിരിച്ചു താ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പുറകെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് തലക്കൊക്കെ അവൻ വിളിക്കാറുണ്ട്. ഓഹോ, അപ്പം അങ്ങനെ കാര്യങ്ങളല്ലേ? അതേ മോളെ. പക്ഷേ ആ കാര്യം ഇവിടെ അച്യുതനും അലോകനും രാജശ്രീക്കും ഒക്കെ അറിയായിരുന്നു. അവരെ മറച്ചു വെച്ചിട്ടാണ് ധർമ്മൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചത് എന്ന് പറയുകയാണ്. ഈശ്വരാ, പാവം ധർമ്മമാമൻ, ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ മുത്തശ്ശി. അതെ, അങ്ങനെയാണെങ്കിൽ സുകന്യേച്ചി ഒരു പണി കൊടുക്കണം. ഇവിടെ മാത്രമല്ല, സുകന്യേച്ചി ദേവമംഗലത്തും പണി കൊടുക്കുന്നുണ്ട്. ഹോ, എന്ത് പറയണം മോളെ, അങ്ങനത്തെ ഒരു മഹാപാപി നമ്മുടെ കുടുംബത്തിൽ വന്നു പോയല്ലോ. സാരമില്ല മുത്തശ്ശി, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. മോളെ ഈ കാര്യം വേറെ ആരും അറിയരുത് കേട്ടോ. അത് വേറെ ഒന്നും അല്ല മോളെ, എനിക്ക് വേണമെങ്കിൽ ഇത് അപ്പം തന്നെ തുറന്നു പറയായിരുന്നു. ബാലനോടും ഗോമതിയോടും ഒക്കെ സത്യങ്ങൾ എനിക്ക് തുറന്നു പറയായിരുന്നു. പക്ഷെ ഞാൻ പറയാത്തതിൻ്റെ കാരണം എന്താ? ധർമ്മൻ അവൻ്റെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ സുകന്യ അവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് മോളെ ഞാൻ
ഞാനൊരു സത്യവും തുറന്നു പറയാത്തതെന്ന്. പക്ഷേ അവനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ധർമ്മനെ നശിപ്പിക്കുന്ന ആ കുടുംബത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം സുകന്യ ചെയ്യുകയാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഞാൻ അവളോട് തുറന്നു പറയും എന്ന് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഇത്തിരി ഒതുങ്ങി നിൽക്കുന്നത്. കുഴപ്പമില്ല മുത്തശ്ശി, ഞാനും ഇനി എൻ്റെ വക ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ. ധർമ്മമാമൻ്റെ ജീവിതത്തിൽ എന്തായാലും അവർ വന്നുപോയി. മര്യാദയ്ക്ക് ധർമ്മമാമൻ്റെ കൂടെ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കുന്നെങ്കിൽ അവർ ജീവിക്കട്ടെ. പക്ഷെ അതല്ല അവിടെയും ഇവിടെയും കാലുകുത്തി നിന്നിട്ട് രണ്ട് കുടുംബത്തെയും നശിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ അവരുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമെന്ന് മുത്തശ്ശിയോട് അനു പറയണം. മുത്തശ്ശി പറയുന്നു, മോളെ നീ ഇഷ്ടമുള്ള പോലെ ചെയ്തു. അവൾക്കിടയിൽക്കൊരു പണി കൊടുക്കുന്ന കാരണം എനിക്കും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ ധർമ്മ, നീ സത്യങ്ങളൊന്നും അറിയരുത്. അവൻ തകർന്നു പോകും മോളെ. അതെനിക്കറിയാം മുത്തശ്ശി. അതൊന്നും ഇല്ലാത്ത രീതിയിൽ ധർമ്മമാമന് ഒരു പോറൽ പോലും അല്ലെങ്കിൽ ധർമ്മമാമൻ്റെ മനസ്സ് വേദനിപ്പിക്കാത്ത തരത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിക്കളയെന്ന് പറയുകയാണ് മുത്തശ്ശി. അടുത്ത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ അനു പറയുക. അലോകും അനുവും അടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പാലം ഇട്ട് തന്നത് സുകന്യ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അടുത്ത് നമ്മുടെ അനു. അപ്പോൾ ഈ ഒരു ഭാഗം തമിഴിലെ ഭാഗമാണ്. നമുക്കിത് മലയാളത്തിലും കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.